ശരി, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, SFIO അന്വേഷണത്തിന് എന്താണ് തടസ്സം? താങ്കളൊരു അഡ്വക്കേറ്റ് കൂടിയാണല്ലോ. എന്ത് തടസ്സമാണ് ഉള്ളത്? നിലവിലെ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനും അപ്പുറം അതിലെല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരില്ല എന്നാണ് ഷോണിന്റെ ഉപഹർജിയിൽ പറയുന്നത്. ഈ അന്വേഷണത്തിന്റെ പരിമിതിയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. SFIO അന്വേഷണത്തിന് നിലവിലുള്ള തടസ്സം എന്താണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ? അങ്ങനെ ഒരു അന്വേഷണത്തെ സ്വാഗതം ചെയ്യണം മുഖ്യമന്ത്രി എന്ന് പോലുമാണ് ഷോൺ പറയുന്നത്. ഒരു പ്രശ്നവുമില്ലെങ്കിൽ നടക്കട്ടെ അന്വേഷണം എന്ന്. എന്താണ് തടസ്സമുള്ളത് SFIO അന്വേഷണത്തിന്? അഞ്ജുഷ്, ഇതില് SFIO അന്വേഷിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് സെക്ഷൻ 210 ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നിലവിൽ കമ്പനികാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും 210 എൻക്വയറി നടത്തുന്ന ഘട്ടത്തിൽ SFIOക്ക് എൻക്വയറി നടത്തുന്നതിനുള്ള തടസ്സമുണ്ട്, നിയമപരമായ തടസ്സമുണ്ട്. 210 എൻക്വയറി കംപ്ലീറ്റ് ആകാത്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും സെക്ഷൻ 212 അനുസരിച്ചിട്ടുള്ള SFIO എൻക്വയറി നടക്കാൻ പറ്റില്ല. മാത്രമല്ല, 2 ROCമാർ ഇക്കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ROCമാർ നടത്തിയിട്ടുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ചില അപാകതകൾ കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെടുത്തി എക്സാലോജിക്കിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുമുണ്ട്. സ്വാഭാവികമായും ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ 210 പ്രകാരം. അത് ഏതാനും കണ്ടെത്തലുകൾ മാത്രമല്ല, അത് വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടെത്തലുകളാണല്ലോ. ഈ സേവനം നൽകാതെ പണം വാങ്ങി എന്നുള്ള കണ്ടെത്തൽ ROC നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ എക്സാലോജി കമ്പനി നിർത്തിയതുമായി മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലും അത് നിയമലംഘനമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് ROC കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് ആർക്കും തോന്നുന്ന കാര്യമല്ല. എന്നിട്ടും എന്തുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുന്നില്ല എന്ന ചോദ്യമാണ്. അങ്ങനല്ല, 210 എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇനിയൊരു SFIO എൻക്വയറിക്ക് ഉള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ അങ്ങനൊരു സാധ്യതയിലേക്ക് 210 എൻക്വയറിയുടെ റിപ്പോർട്ട് കൂടി വരണം. റിപ്പോർട്ട് വരുന്നത് സ്വാഭാവികമായും വളരെ സീരിയസ് ഫ്രോഡ്സ് ആയിരുന്നു ഡിറ്റക്ട് ചെയ്യപ്പെട്ടില്ല. ROCയുടെ കണ്ടെത്തലുകൾ സീരിയസ് ഫ്രോഡ്സ് ആയിരുന്നു എങ്കിൽ നിശ്ചയമായും SFIO എൻക്വയറിക്ക് വേണ്ടി ഓർഡർ ചെയ്യുമായിരുന്നു. ഇവിടെ വലിയൊരു പ്രശ്നം ഉദിക്കുന്നത്, ഒരു കമ്പനി ഇന്ത്യയിലെ ഒരു കമ്പനി നിയമപ്രകാരം 1956 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ആ കമ്പനിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്വമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനുള്ളത്. സ്വാഭാവികമായും പല കമ്പനികളും ഡോർമെന്റ് ആവും. ആ ഡോർമെന്റ് ആവുകയും കൃത്യസമയത്ത് ബാലൻസ് ഷീറ്റും റിട്ടേൺസുകളും ഫയൽ ചെയ്യാതെ വരുന്ന സാഹചര്യത്തിൽ ആ കമ്പനിയുടെ നടത്തിപ്പുകാരായിട്ടുള്ള ഡയറക്ടർമാർക്കെതിരെ നിയമപരമായി നടപടിയെടുക്കാൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അല്ലാതെ ഇത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന കമ്പനികളുടെ ഭാഗമായി നടത്തുന്ന ഒരു സ്വാഭാവിക അന്വേഷണം എന്നുള്ളതിനപ്പുറം രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് ഇതിൽ കമ്പനിയുടെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എന്നുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഇത്ര രാഷ്ട്രീയ പ്രസക്തി വരുന്നതിന്റെ കാരണം. അല്ലാതെ അങ്ങനെയാണ്.